ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു ഗാർഡൻ ടൂറുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമ്മുടെ അടീനിയാണ്, സിംഗിൾ പെറ്റലുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ ഡബിൾ പെറ്റലൊക്കെ ഉള്ളതുണ്ട്. അപ്പോൾ നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കുക, നന്നായിട്ട് കട്ട് ചെയ്യാൻ നിർത്തി കഴിഞ്ഞാൽ നല്ല പോലെ ഫ്ലവർ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്താ ഡബിൾ കളറുള്ള നമ്മുടെ ഇലച്ചെടിയാണ്. ഇത് വിങ്ക റോസ് ആണ് കേട്ടോ. വിങ്ക റോസ് ഒരു 2-3 കളറ് നമുക്കുണ്ട്. ഇത് നല്ല പോലെ ആ സീസൺ കഴിയുമ്പോൾ ഇങ്ങനെ വെട്ടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത സീസൺ ആകുമ്പോഴേക്കും നല്ല പോലെ ഫ്ലവർ ചെയ്യും കേട്ടോ. ഇത് എപ്പീഷ്യ ഫ്ലവറാണ്. ഇതിൻ്റെ 2 വെറൈറ്റി എൻ്റെ കയ്യിലുണ്ട്. ഇതിപ്പോൾ റെഡാണ്. അതുപോലെ ഒരു പിങ്ക് പോലെയുള്ള ലീഫും പിങ്ക് ഫ്ലവറുമാണ് കേട്ടോ. എനിക്ക് ഈ റെഡിനേക്കാൾ കൂടുതൽ ഇഷ്ടം ഇതാണ്. ഇത് ഞാൻ കുറച്ച് ഹാങ്ങിങ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ്, ഒരു ഹാങ്ങിങ് പോട്ടിൽ കൊടുത്തിരിക്കുകയാണ്. ഇത് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ചെടിയാണ് കേട്ടോ. എപ്പീഷ്യ എന്നാണ് എൻ്റെ പേര്. നമുക്ക് ഒരുപാട് കെയറിൻ്റെ ഒന്നും ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടായി കിട്ടും. നിറച്ച് ഫ്ലവർ, ഏത് സീസണിലും ഫ്ലവർ ഉണ്ടാവും കേട്ടോ. ഹാങ്ങിങ് ആണ് നമുക്ക് കൂടുതൽ ഭംഗി ഇതിൽ. എനിക്ക് കുറച്ചുകൂടി ഇതാണ് ഇഷ്ടം. അതിൻ്റെ ആ ഒരു ഇലയ്ക്ക് തന്നെ നല്ലൊരു ലൈറ്റ് പർപ്പിളോ പിങ്കോ പോലെ ഒരു കളറാണ് ഇലയ്ക്ക് തന്നെ. അതിൻ്റെ ലീഫ് തന്നെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നല്ലൊരു പിങ്ക് ഫ്ലവറുമാണ്. ഇതിപ്പോൾ ഹാങ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇനി ഇതുപോലെ ഒരെണ്ണം കൂടി ഞാൻ ഹാങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഫ്ലവറിൻ്റെ പേരെനിക്കറിയില്ല കേട്ടോ, പക്ഷെ കാണാൻ നല്ല രസമാണ്. ശരിക്കും നമ്മുടെ കോളാമ്പി പോലെ നിൽക്കുന്ന ഫ്ലവർ, എപ്പോഴും ഫ്ലവർ ഉണ്ടാവും കേട്ടോ അതിൽ. അതിൻ്റെ ലീഫും കാണാൻ നല്ല നീളത്തിലുള്ള ഇലയാണ്, കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല രസമാണ് ഫ്ലവർ ഇങ്ങനെ ആയി നിൽക്കുന്നത് കാണാൻ. പിന്നെ ഇതും നമ്മുടെ ഇലച്ചെടി തന്നെയാണ്. ഇതിൻ്റെ ഒന്നും പേരെനിക്ക് കറക്റ്റ് അറിയില്ല. ഇത് തെച്ചിയാണ് കേട്ടോ. ഒരു റെഡ് കളറാണ് ചെറിയ പൂവുള്ളത്. അപ്പോൾ ഇതും പേരറിയില്ല കേട്ടോ. ഇതുപോലെ ഒരുപാട് എടുത്ത് നമ്മളിതുപോലെ വളർത്തിയിട്ടുണ്ട്. ഒരുപാട് വെയിൽ വേണ്ട, അതുപോലെ തന്നെ അധികം തണലത്തും വെക്കരുത്. നമ്മുടെ CC പ്ലാന്റ് ആണ്, ശരിക്കും ഇൻഡോറാണ് കേട്ടോ. കുറച്ചൊന്ന് പുറത്ത് വെച്ചിരിക്കുകയാണ്, വേറൊരു ചട്ടിയിലേക്ക് മാറ്റിയിട്ട് അകത്തേക്ക് വെക്കണം. ഇത് നമ്മുടെ പോത്തൂസാണ്. അപ്പം മുകളിൽ നമ്മുടെ മതിലിൻ്റെ മുകളിൽ ഇതുപോലെ തേങ്ങ വീണ് നമ്മുടെ ലൈറ്റ്സൊക്കെ പൊട്ടുന്ന പറഞ്ഞാൽ അങ്ങനെ ഒരു സ്റ്റാൻഡ് വെച്ചു. അപ്പോൾ അതിൻ്റെ മുകളിൽ വെച്ചിരിക്കുകയാണ് ടിൽ വയന. ഇതിൻ്റെ 2 കളറും ഉണ്ട് കേട്ടോ, നല്ല ഒരു പർപ്പിളും ഇതും ഉണ്ട്. ഇത് കുറച്ച് ഞാൻ നമ്മുടെ ഓർക്കിഡ് കുറച്ചൊന്ന് ചട്ടിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ആയി വരുന്നതേ ഉള്ളൂ. ഇതൊരു ലീഫാണ് കേട്ടോ, അതിലങ്ങനെ പൂവൊന്നും പിടിക്കുന്ന കണ്ടിട്ടില്ല. നിറച്ച് പിടിക്കും കേട്ടോ, എപ്പോഴും ഫ്ലവറാണ്. ഇതിൻ്റെ ഒന്നും പേരെനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. ഇതും നമ്മുടെ വൈറ്റ് ഫ്ലവർ കിട്ടുന്നൊരു പൂവുണ്ടല്ലോ, മന്ദാരത്തിൻ്റെ ചെടിയാണ് കേട്ടോ. നിറച്ച് പൂവുണ്ടാവും എന്നും വിളക്ക് വയ്ക്കുമ്പോഴൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സീസൺ കഴിയാറായിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഫ്ലവേഴ്സാണ് ഇത്. ഈ മന്തോടെയൊക്കെ ആകുമ്പോഴത്തേക്കും സീസൺ കഴിയും കേട്ടോ. ഇതെല്ലാ ചട്ടിയിലും വെച്ചിട്ടുണ്ട്. നല്ല പോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുക, ഓവർ വെള്ളം ആവരുത്. ഇത് നമ്മുടെ പീസ് ലില്ലിയാണ് കേട്ടോ. പക്ഷേ പീസ് ലില്ലിയിൽ ഞാൻ കണ്ടിട്ടുള്ളത് വൈറ്റ് കളറാണ് അതിൻ്റെ ഒരു ഫ്ലവർ കണ്ടിട്ടുള്ളത്. എന്താണെന്ന് അറിയില്ല, ഒരു ഗ്രീൻ കളറാണ്. ഇനി എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഇതും സെയിം പീസ് ലില്ലിയാണ്. കുറേ ഇലച്ചെടികളുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് ചെറിയ ചെറിയ പോട്ടിലേക്ക് വെക്കാം. അപ്പം കുറച്ച് ബുഷിയായിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇതിൻ്റെയും പേരെനിക്കറിയില്ല കേട്ടോ, പക്ഷെ നിറച്ച് ഫ്ലവർ ഉണ്ടാവും. ഇപ്പോൾ അതിൻ്റെ സീസണാണ്, സീസൺ ടൈമിലേ ഫ്ലവർ ഉണ്ടാവുള്ളൂ. നിറച്ച് പിടിക്കും ആ ഒരു ടൈമിൽ. ആ ഒരു ചെടിയിൽ ഇല കാണാതെ പൂവുണ്ടാവും. എന്നിട്ടൊരു 5-6 ദിവസം നിൽക്കും, പിന്നെ ഉണങ്ങിപ്പോവും. ഇതിപ്പോൾ സെക്കൻഡ് ട്രിപ്പ് പൂത്തതാണ്. നല്ല ഭംഗിയാണ് കേട്ടോ. ഇപ്പോൾ കുറച്ചേ ഉള്ളൂ ഫ്ലവർ, പക്ഷെ മുട്ട നിറച്ച് നിൽപ്പുണ്ട്. ഇതും അതുപോലെ ഒരു ഓറഞ്ച് കളറാണ് കേട്ടോ. ഇങ്ങനെ നിറച്ച് നിൽക്കും, ഇങ്ങനെ തുരുതുരേന്ന് പിടിക്കുന്ന ടൈപ്പാണ്. അതൊരു കുറച്ച് വലിയ മരം പോലെ ആവും, എന്നിട്ടിങ്ങനെ നിറഞ്ഞ് ഫ്ലവർ ആയിരിക്കും. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. കുറച്ചും കൂടി ആകുമ്പോഴത്തേക്കും നിറഞ്ഞ് ഫ്ലവർ വരും. ചെറിയ ഫ്ലവറാണ്, ഇങ്ങനെ കൊല പോലെ നിൽക്കും കേട്ടോ. ഇത് അടുക്ക് മുല്ലയാണ്. അപ്പോൾ കുറച്ചുണ്ടായിരുന്നു, ഇപ്പോൾ മുട്ടൊക്കെ തീർന്നിട്ടുണ്ട്. ഇത് നന്ദ്യാർവട്ടം. പണ്ട് നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ സ്ഥിരം കാണുന്നൊരു ചെടിയായിരുന്നു നന്ദ്യാർവട്ടം. ഇതിൻ്റെ വലുത് എൻ്റെ വീട്ടിലൊക്കെ പണ്ട് ഇതിൻ്റെ നല്ല വലുതുണ്ടായിരുന്നു. ഇത് കുറച്ച് ചെറിയ ടൈപ്പാണ്. ഈ ചെടിയുടെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും തനിയെ മുളച്ച് വരുന്നതാണ്. മുന്നേ കിടന്നിരുന്ന എന്തെങ്കിലും സീഡ് വീണിട്ട് കിളിക്കുന്നതായിരിക്കും. ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും നിറച്ചങ്ങനെ പൊങ്ങി വരും.
ഇതിലൊക്കെ ഫ്ലവർ ആയിട്ടില്ല, നല്ല ഫ്ലവറാണ് കേട്ടോ, ഒരു റെഡ് കളറ്. നമ്മുടെ കോളാമ്പിപ്പൂവില്ലേ, ഇത് വൈറ്റ് ശംഖുപുഷ്പമാണ്. ഒന്ന് കിളിച്ച് വന്നിട്ട് ഒരു 3-4 ഫ്ലവറായി വരുന്നേ ഉള്ളൂ. ഇത് നമ്മുടെ മെയ് ഫ്ലവറാണ്. ആ ഒരു മെയ് സമയമാകുമ്പോഴത്തേക്കും തന്നെ മുളച്ച് വരും. ഇതൊരിക്കൽ ഞങ്ങളൊരു 1500 രൂപ കൊടുത്ത് 2 ഇത് വാങ്ങിച്ചതാണ്. അതിൽ ഒന്ന് പോയി, ഒന്നിപ്പോൾ അത്യാവശ്യം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് വന്നപ്പോൾ കുറച്ചിങ്ങനെ പൊട്ടിക്കിളിച്ച് വരുന്നുണ്ട്. ഇത് നല്ലൊരു പിങ്ക് കളറ് തെച്ചിയാണ്. ഇതിൻ്റെ തന്നെ യെല്ലോ കളറും ഉണ്ട് കേട്ടോ, നല്ല കൊലകൊലയായിട്ട് പിടിക്കും. ഇത് യെല്ലോ കളറാണ്, യെല്ലോയും നല്ല ഭംഗിയാണ്. ഇതിലൊരു ഓറഞ്ചും നമുക്കറിയാമല്ലോ സാധാരണ രീതിയിൽ. ഈ പോട്ട് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് കളറായിട്ടുള്ള പോട്ടാണ്. അതിൻ്റെ അടിയിൽ ആ ഒരു ചെറിയ പ്ലേറ്റും ഉണ്ട്. ഞാൻ ചെറിയ ചെറിയ പോട്ടിലാക്കിയിട്ട് ഇതിനുള്ളിൽ ഇറക്കി വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഞാൻ ഈ കളർഫുള്ളായിട്ടുള്ള ആ ഒരു പോട്ടിലേക്ക് മണ്ണിട്ട് നിറയ്ക്കില്ല, വേറെ ചെറിയ പോട്ടിൽ വെച്ചിട്ട് അതിനുള്ളിലേക്ക് ഇറക്കി വെക്കും. ചില പോട്ടുകളൊക്കെ ഇത്തിരി വലുതുണ്ട് കേട്ടോ, എനിക്ക് ചെറുത് കിട്ടാഞ്ഞപ്പോൾ അതങ്ങനെ ഇറക്കി വെച്ചതാണ്. നല്ല ഭംഗിയുള്ള പോട്ടാണ് കേട്ടോ. ഒരു 200 സംതിങ് രൂപയായിട്ടുള്ളൂ ഈ ഒരു പോട്ടിന്. ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ പോട്ട് ഞാൻ കുറേ, ഇത് നല്ല ഒരു ഇലച്ചെടിയാണ്. പലതിൻ്റെയും പേരൊന്നും എനിക്കറിയില്ല കേട്ടോ, കിട്ടുന്നതൊക്കെ അങ്ങനെ കൊണ്ട് വയ്ക്കും. അപ്പോൾ പോട്ട് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് സാധനങ്ങളുടെ എല്ലാം കൂടെ ചേർത്തിട്ടൊരു റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞാനിതിൽ ലിങ്ക് കൊടുത്തിരിക്കാം, അല്ലെങ്കിൽ ആ വീഡിയോ ഒരു 2 വീഡിയോയ്ക്ക് മുന്നേ ഉള്ളൊരു വീഡിയോ ആണ്, ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലിങ്ക് എല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള പോട്ടുകളാണ്, നല്ല കളർഫുള്ളാണ്. ഒരു എനിക്ക് തോന്നുന്നു 5 എണ്ണമാണ് തോന്നുന്നു ഒരു സെറ്റ്. കലാത്തിയാണ് ഇത്. കുറച്ച് ഹാങ്ങിങ്ങും ഞാൻ കുറച്ച് ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പിങ്ക് കളർ ഫ്ലവറില്ലേ, ഇതിൻ്റെ തന്നെയാണ് ആ ഒരു ചെറിയ ചട്ടിയിലും കൊടുത്തിരിക്കുന്നത്. മൊസാണ്ടയാണ്, ലൈറ്റൊരു യെല്ലോ കളർ പോലെയുള്ള മൊസാണ്ടയാണ്. ഇത് മണി പ്ലാന്റ് ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും കണ്ട് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പേരുകൾ അറിയാത്ത ചെടികളുടെയൊക്കെ പേരുകൾ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ പോട്ട് ഒരുപാടുണ്ട്. ആ പോട്ട് CC പ്ലാന്റ്, നേരത്തെ CC പ്ലാന്റിൻ്റെ വലിയൊരു ചട്ടി കാണിച്ചു തന്നല്ലോ, അതിൻ്റെ ചെറിയ ചെറിയ പോട്ടുകൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഇൻഡോർ ആണല്ലോ, അതിനെ ഞാൻ ഇൻഡോർ വെച്ചിട്ടുണ്ട്. CC പ്ലാന്റിന് ശരിക്കും ഇൻഡോർ ആണ്, അതിന് വെയിൽ വേണ്ടാന്നാണ് പറയുക. പക്ഷേ ഞാൻ നല്ല വെയിലത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ CC പ്ലാന്റ്. അതിൽ നിന്ന് കിട്ടുന്ന ഇതുപോലെ വേറൊരു ചട്ടി ഉണ്ടായിരുന്നു, അങ്ങനെ 2 ചട്ടിയിൽ നിന്നും കിട്ടുന്നതിനെ കുറേശ്ശെ ആ പോട്ടിൽ നിന്നും റീപോട്ട് ചെയ്ത് വേറെ പോട്ടിലേക്ക് ഓരോന്നിനായിട്ട് മാറ്റി അങ്ങനെ ഒരു 5-6 പോട്ട് ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ ഇൻഡോറായിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇൻഡോർ വയ്ക്കുമ്പോൾ നമുക്ക് ഈ കളർഫുള്ളായിട്ടുള്ള പ്ലാസ്റ്റിക് പോട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. ചെറിയൊരു ചട്ടിയിൽ നടുക, എന്നിട്ട് ഈ പോട്ടിൽ ഇറക്കി വയ്ക്കുക. എന്നിട്ട് എന്താ ചെയ്യുക, നമ്മൾ വെള്ളം ഒഴിക്കുന്ന ദിവസം, അപ്പോൾ ഇൻഡോർ പ്ലാന്റ്സിനൊന്നും എല്ലാ ദിവസവും വെള്ളം ഒഴിക്കില്ലല്ലോ, 2-3 ഡേയ്സ് കൂടുമ്പോഴൊക്കെ അല്ലേ. അപ്പോൾ ആ ഉള്ളിലുള്ള പോട്ടിനെടുത്ത് പുറത്ത് കൊണ്ട് വെച്ചിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ച് ആ വെള്ളം ഒന്ന് ഇതായി കഴിയുമ്പോൾ, സെറ്റായി കഴിയുമ്പോൾ നമുക്ക് കൊണ്ടുവന്ന് അതിലേക്ക് വയ്ക്കാം. ഇപ്പോൾ അതിനുള്ളിൽ ഹോൾസൊന്നുമില്ല, അപ്പം വെള്ളം അതിൽ വീണാലും കുഴപ്പമില്ല. ആ പോട്ട് നമുക്ക് എടുത്തുകൊണ്ട് വന്ന് വാഷ് ചെയ്തിട്ട് തിരിച്ച് വയ്ക്കാവുന്നതാണ്. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.